ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സഹകാരി റേസ് പ്ലസിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്യാപിറ്റൽ മാർക്കറ്റിനകത്തുള്ള ഡീമെറ്റീരിയലൈസേഷൻ ഓഫ് സെക്യൂരിറ്റീസ് ആണ്. എന്താണ് ഡീമെറ്റീരിയലൈസേഷൻ ഓഫ് സെക്യൂരിറ്റീസ്, അതുപോലെ തന്നെ അതിന്റെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഫിസിക്കൽ ഷെയർ സർട്ടിഫിക്കറ്റിനെ ഇലക്ട്രോണിക്കലി കൺവേർട്ട് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഡീമെറ്റീരിയലൈസേഷൻ ഓഫ് സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഐഡിയ നമ്മുടെ മനസ്സിലുണ്ടാവണം. എന്താണ് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഡീമെറ്റീരിയലൈസേഷൻ ഓഫ് സെക്യൂരിറ്റീസ്, ഇറ്റ് ഈസ് ദി പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് ഷെയർ സർട്ടിഫിക്കറ്റ്. എന്താണ്, എന്തിനെയാണ് കൺവേർട്ട് ചെയ്യുന്നത്? ഷെയർ സർട്ടിഫിക്കറ്റിനെ കൺവേർട്ട് ചെയ്യുന്നു. ഓർ അതർ സെക്യൂരിറ്റീസ് ഹെൽഡ് ഇൻ ഫിസിക്കൽ ഫോം ഇൻടു ഇലക്ട്രോണിക് ഫോം. എന്താണ്, കൺവേർട്ട് ചെയ്യുന്നുണ്ട്. എന്തിനെയാണ്? ഷെയർ സർട്ടിഫിക്കറ്റിനെ കൺവേർട്ട് ചെയ്യുന്നു. ആദ്യം നമ്മുടെ ഫിസിക്കൽ ഫോമിലുള്ള ഷെയർ സർട്ടിഫിക്കറ്റിനെ ഇലക്ട്രോണിക് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറഞ്ഞത്, ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്, ഡീമെറ്റീരിയലൈസേഷൻ ഓഫ് സെക്യൂരിറ്റീസ്. ഇവിടെ ഷെയർ സർട്ടിഫിക്കറ്റ് തന്നെ വേണമെന്നില്ല, അതർ സെക്യൂരിറ്റീസ് ആയാലും മതി. അപ്പോൾ ഷെയർ സർട്ടിഫിക്കറ്റോ അതുപോലെയുള്ള സെക്യൂരിറ്റീസിന്റെയോ ഫിസിക്കൽ ഫോമിലുള്ള സർട്ടിഫിക്കറ്റിനെ നമ്മൾ എന്തായിട്ട് കൺവേർട്ട് ചെയ്യാണ്, ഇലക്ട്രോണിക് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിനെയാണ്, ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്, ഡീമെറ്റീരിയലൈസേഷൻ ഓഫ് സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞത്. ആൻഡ് ക്രെഡിറ്റഡ് ടു ദി ഡിമാറ്റ് അക്കൗണ്ട്. മറന്നു പോരുത്, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു അക്കൗണ്ട് ആണ് എന്ത്, ഡിമാറ്റ് അക്കൗണ്ട്. അതായത് ഇതുപോലെ നമ്മൾ ഷെയർ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഷെയർ സർട്ടിഫിക്കറ്റിനെ ഇലക്ട്രോണിക്കലി കൺവേർട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകേണ്ട അല്ലെങ്കിൽ എടുക്കേണ്ട ഒരു അക്കൗണ്ട് ആണ് ഏതെന്ന് പറയുന്നത്, ഡിമാറ്റ് അക്കൗണ്ട്. അപ്പൊ എല്ലാ ഇൻവെസ്റ്റേഴ്സും ഷെയറിനെ ഡീമെറ്റീരിയലൈസ് ചെയ്യുകയാണെങ്കിൽ എന്ത് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം, ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം വിത്ത് എ ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പന്റ്. എന്താണ്, ഒരു ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പന്റിന്റെ അടുത്ത് ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ, നമ്മുടെ കയ്യിലുള്ള അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിന്റെ കയ്യിലുള്ള ഷെയർ സർട്ടിഫിക്കറ്റ്, ഫിസിക്കലി ഉള്ള ഷെയർ സർട്ടിഫിക്കറ്റിനെ എന്താക്കി മാറ്റാൻ, ഇലക്ട്രോണിക് ഫോമിലേക്ക് മാറ്റാൻ. അപ്പൊ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. എന്താണ് ഡീമെറ്റീരിയലൈസേഷൻ എന്ന് പറഞ്ഞു, എന്താണ് ഫിസിക്കൽ ഫോമിലുള്ള ഷെയർ സർട്ടിഫിക്കറ്റിനെ ഇലക്ട്രോണിക് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ് ആണ് ഏതെന്ന് പറഞ്ഞത്, ഡീമെറ്റീരിയലൈസേഷൻ ഓഫ് സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞത്. അതിനുശേഷം നമ്മൾ രണ്ടാമതായിട്ട് പറഞ്ഞ എന്താണ്, ഒരു ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പന്റ് അടുത്ത് പോയിട്ട് ആര്, നമ്മുടെ ഇൻവെസ്റ്റർ ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. അപ്പൊ ഈ അക്കൗണ്ടിന്റെ പേര് ഓർത്തിരിക്കുക, ഡിമാറ്റ് അക്കൗണ്ട് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്, ഡീമെറ്റീരിയലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ് അല്ലേ. അപ്പൊ ഈ ഒരു ടേമിൽ നിന്ന് തന്നെ നമുക്ക് എടുക്കാൻ പറ്റൂ അല്ലേ, ഡീമെറ്റീരിയലൈസേഷന്റെ കുറച്ച് അക്ഷരങ്ങൾ ചേർത്തിട്ടാണ് ഡിമാറ്റ് അക്കൗണ്ട്. അപ്പൊ അത് മറന്നു പോകരുത്. ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഡീമെറ്റീരിയലൈസേഷൻ ഓഫ് സെക്യൂരിറ്റീസ് ബന്ധപ്പെട്ടിരിക്കുകയാണ്. ഇൻവെസ്റ്റേഴ്സ് സെക്യൂരിറ്റീസ് ഫിസിക്കൽ ഫോമിൽ നിന്ന് ഇലക്ട്രോണിക് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ആവശ്യമായിട്ട് വരുന്ന ഒരു അക്കൗണ്ട് ആണ് ഏതെന്ന് പറയുന്നത്, ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇത് ഓപ്പൺ ചെയ്യേണ്ടത് ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പന്റ് DP ആണ് കേട്ടോ. ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പന്റ് എടുത്താണ് ഇത് ഓപ്പൺ ചെയ്യേണ്ടത്. പിന്നീട് നമുക്ക് ഇതിനെ പറ്റിയിട്ട് പറയാനുള്ളത്, ഇറ്റ് എലിമിനേറ്റ് ദ റിസ്ക് ഓഫ് ബാഡ് delivery and forged shares as the investors are not required to keep the securities in their safe custody. എന്താ, നമുക്കറിയാം ഫിസിക്കൽ ഉള്ള ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഫിസിക്കലി നമ്മുടെ കയ്യിലുള്ള ഒരു പേപ്പർ സർട്ടിഫിക്കറ്റ്, അത് നമ്മുടെ കയ്യിലിരുന്ന് എവിടെയെങ്കിലും നഷ്ടപ്പെട്ടു പോവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും കീറുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും നശിച്ചു പോവുകയോ ചെയ്യാം അല്ലേ, അങ്ങനെ ഒരു റിസ്ക് നമുക്കുണ്ട്. പക്ഷേ ഇതിനെ ഇലക്ട്രോണിക് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ഈ റിസ്കുകളൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. കാരണം ഇലക്ട്രോണിക് ഫോമിലുള്ള സാധനം നമുക്ക് കളഞ്ഞു പോകുമെന്ന് പേടിക്കണ്ട, അതുപോലെ തന്നെ അതിനെന്തെങ്കിലും നാശനഷ്ടങ്ങൾ സംഭവിക്കുമെന്ന് പേടിക്കണ്ട. അതുകൊണ്ട് തന്നെ അത് എപ്പോഴും എന്താണ്, ഒരു സേഫ് കസ്റ്റഡി ആയിട്ടിരിക്കുകയാണ്. അല്ലാണ്ട് ഇതിന് വേണ്ടിയിട്ട്, അതായത് ഫിസിക്കലി ഉള്ള ഷെയർസ് അല്ലെങ്കിൽ ഷെയർ സർട്ടിഫിക്കറ്റ് ഇതിന് വേണ്ടിയിട്ട് എന്താണ്, അതായത് ഇതിന് നഷ്ടപ്പെട്ടൊന്നും പോവാതിരിക്കാൻ പ്രത്യേകിച്ച് ലോക്കറി കൊണ്ടുവച്ച് നമുക്ക് അതിന്റെ പൈസ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്ത് ചെയ്താൽ മതി, ഇലക്ട്രോണിക്കലി കൺവേർട്ട് ചെയ്യുക അല്ലെങ്കിൽ ഡീമെറ്റീരിയലൈസ്ഡ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള കോസ്റ്റുകളും അതുപോലെ ഇത്തരത്തിലുള്ള പേടികളും ഇത്തരത്തിലുള്ള റിസ്കുകളും നമുക്ക് എന്താക്കാൻ പറ്റും, എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. സെവറൽ ഇനിഷ്യേറ്റീവ്സ് ഹാവ് ബീൻ ടേക്കൺ ബൈ സെബി ടു പ്രൊമോട്ട്. സെബി എന്താണ്, സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആണ്. ടു പ്രൊമോട്ട് ഡീമെറ്റീരിയലൈസ്ഡ് ഓർ പേപ്പർലെസ് ട്രേഡിംഗ്. എന്താണ് ഡീമെറ്റീരിയലൈസ്ഡ് ഓർ പേപ്പർലെസ് ട്രേഡിംഗ് എന്നാണ് പറഞ്ഞത്. പേപ്പർലെസ് ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ ഡീമെറ്റീരിയലൈസ്ഡ് ആണ്. കാരണം ഫിസിക്കൽ ഫോമിലുള്ള സാധനം ഇലക്ട്രോണിക് ഫോമിലോട്ട് വന്നാൽ പിന്നെ അവിടെ പേപ്പറിന്റെ ആവശ്യമുണ്ടോ, ഇല്ല. അപ്പം ഒരുപാട് ഇനിഷ്യേറ്റീവ് നമ്മുടെ സെബി എടുത്തിട്ടുണ്ട് ഇത്തരത്തിലൊരു ഡീമെറ്റീരിയലൈസ്ഡ് അല്ലെങ്കിൽ പേപ്പർലെസ് ട്രേഡിംഗ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. സെബി ഹാസ് മെയ്ഡ് കമ്പൽസറി ട്രേഡിംഗ് ഓഫ് ഷെയർസ് ഓഫ് ഓൾ ദി കമ്പനീസ് ലിസ്റ്റഡ് ഇൻ ദി റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻ ഡിമാറ്റ് ഫോം വിത്ത് ദി എഫക്ട് ഫ്രം
2 ജാനുവരി 2001. മറന്നു പോരുത്. നമ്മൾ ആദ്യമേ പറഞ്ഞു സെബി ഒരുപാട് ഇനിഷ്യേറ്റീവ്സ് ഒക്കെ എടുത്തിട്ടുണ്ട് എന്ന്. അതിനുശേഷം 2001 ജനുവരി 2 എന്ത് ചെയ്തു? സെബി ഒരു കമ്പൽസറി ആയിട്ട് പറയുകയാണ്, നമ്മുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഷെയർസ് അല്ലെങ്കിൽ എല്ലാ കമ്പനീസിനും അവരുടെ ഷെയർസ് എന്ത് ചെയ്തിരിക്കണം? ഡിമാറ്റ് ഫോമിൽ തന്നെ ആയിരിക്കണം, ഡിമെറ്റീരിയലൈസ്ഡ് ഫോമിൽ തന്നെ ആയിരിക്കണം എന്നൊരു കമ്പൽസറി ആര് കൊണ്ടുവന്നു? കമ്പൽസറി ട്രേഡിംഗ് ആര് കൊണ്ടുവന്നു? സെബി കൊണ്ടുവന്നു. എന്നാണ് കൊണ്ടുവന്നത്? 2 ജാനുവരി 2001 ആണ്. ഡേറ്റ് ഓർത്തിരിക്കുക. സെബി എന്നാണ് അത് കമ്പൽസറി ആക്കിയത് എന്നുള്ളത് 2 ജാനുവരി 2001 ആണ്. അപ്പൊ ആ സമയം മുതലാണ് ഇത് കമ്പൽസറി ആയിട്ടും ഡിമെറ്റീരിയലൈസ്ഡ് അല്ലെങ്കിൽ പേപ്പർലെസ് ട്രേഡിംഗ് കമ്പൽസറി ആയിട്ട് കൊണ്ടുവന്നത് 2 ജാനുവരി 2001 ആണ്. ഫോർ ദിസ് ദ ഇൻവെസ്റ്റർ ഹാസ് ടു ഓപ്പൺ എ ബെനിഫിഷ്യറി അക്കൗണ്ട് വിത്ത് എ ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പന്റ് ഓഫ് ഹിസ് ചോയ്സ്. എന്താണ്? അതിനു വേണ്ടിയിട്ട് നമ്മുടെ ഇൻവെസ്റ്റർ എന്ത് ഓപ്പൺ ചെയ്യണം? ഒരു ബെനിഫിഷ്യറി അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. അവർക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ചോയ്സിനനുസരിച്ചിട്ടുള്ള ഒരു ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പന്റ് എടുത്ത് നമ്മളൊരു അക്കൗണ്ട്, നമ്മളെന്ന് പറഞ്ഞാൽ ആരാണ്? ഇൻവെസ്റ്റേഴ്സ് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തിരിക്കണം. അതിലൂടെ ആയിരിക്കണം എന്ത് നടക്കേണ്ടത്? ട്രേഡിംഗ് നടക്കേണ്ടത്. ദ പ്രൊസീജിയർ ഫോർ ഓപ്പണിംഗ് ഡിമാറ്റ് അക്കൗണ്ട്. എന്താണ്? ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ട പ്രൊസീജിയർ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? സിമിലർ ടു ദി ഓപ്പണിംഗ് ഓഫ് ദി അക്കൗണ്ട് വിത്ത് എ ബാങ്ക്. നമ്മൾ ബാങ്കിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് പോലെ തന്നെ അതേ സിമിലർ പ്രൊസീജിയർ ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഒരു ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പന്റ് എടുത്ത് പോയിട്ട് ഒരു ഡിമാറ്റ് അക്കൗണ്ട് എന്ത് ചെയ്യേണ്ടത്? ഓപ്പൺ ചെയ്യേണ്ടത്. അപ്പോൾ ഒരു ഇൻവെസ്റ്റർ എന്ത് ചെയ്യണം? ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ അല്ലെങ്കിൽ ആ ട്രേഡിംഗിലേക്ക് എത്തണമെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്തിരിക്കണം? ഒരു ഡിമാറ്റ് അക്കൗണ്ട് എവിടെ ഓപ്പൺ ആക്കണം? അദ്ദേഹത്തിന്റെ ചോയ്സിലുള്ള ഒരു ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പന്റ് എടുത്ത് ഓപ്പൺ ആക്കിയാൽ മാത്രമാണ് എന്ത് നടക്കുന്നത്? ട്രേഡിംഗ് നടക്കുന്നത്. Then അതിനുശേഷം പറയുന്നു only shares registered in the name of account holder are accepted for dematerialization at National Security Depository Limit. എന്താണ്? NSDL. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ടേം ആണ് എന്ത്? NSDL എന്ന് പറയുന്നത്. അതെന്താണ്? നാഷണൽ സെക്യൂരിറ്റീസ് ഡിപ്പോസിറ്ററി ലിമിറ്റഡ് എന്നാണ് അതിന്റെ എക്സ്പാൻഷൻ വരുന്നത്. നാഷണൽ സെക്യൂരിറ്റി ഡിപ്പോസിറ്ററി ലിമിറ്റഡ്. നമ്മൾ പറഞ്ഞു ഏതെങ്കിലും ഒരു ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പന്റ് എടുത്ത് എന്ത് ചെയ്യണം? ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം എന്ന് പറഞ്ഞു അല്ലേ? അതിനുശേഷം നമ്മൾ പറഞ്ഞതാണ് only shares registered in the name of account holder are accepted for the dematerialization at National സെക്യൂരിറ്റി ഡിപ്പോസിറ്ററി ലിമിറ്റ്. ഇതൊരു ഡിപ്പോസിറ്ററി ലിമിറ്റ് ആണ്. നാഷണൽ സെക്യൂരിറ്റി ഡിപ്പോസിറ്ററി ലിമിറ്റിൽ ഏത് ആൾക്കാർക്ക് മാത്രമേ അക്കൗണ്ട് എടുക്കാൻ പറ്റൂ? ഷെയർസ് രജിസ്റ്റേർഡ് ഇൻ ദി നെയിം ഓഫ് ഇസ് ഓൺ അക്കൗണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഷെയറിനകത്ത് അക്കൗണ്ട് ഹോൾഡറുടെ പേരിലാണ് രജിസ്റ്റർ ചെയ്തത് എങ്കിൽ അത് മാത്രമേ ആര് അക്സെപ്റ്റ് ചെയ്യൂ? NSDL അക്സെപ്റ്റ് ചെയ്യൂ. അപ്പോൾ NSDL ഏത് ടൈപ്പ് മാത്രമേ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ? ഡിമെറ്റീരിയലൈസേഷന് വേണ്ടിയിട്ട് നമ്മുടെ അക്കൗണ്ട് ഹോൾഡറുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഷെയർസ് മാത്രമേ ആര് അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ? NSDL അല്ലെങ്കിൽ നാഷണൽ സെക്യൂരിറ്റീസ് ഡിപ്പോസിറ്ററി ലിമിറ്റഡ് അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. ഇനി നമുക്ക് ഇതിന്റെ സ്റ്റെപ്പ് എന്തൊക്കെയാണ്? അതായത് NSDL ഇത് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഏതൊക്കെ സ്റ്റെപ്പിലൂടെയാണ് ഈ ഡിമെറ്റീരിയലൈസേഷൻ നടക്കുന്നത് എന്ന് നോക്കാം. അതാണ് പറയുന്നത് ദ സ്റ്റെപ്പ് ഇൻ ഡിമെറ്റീരിയലൈസേഷൻ അറ്റ് NSDL. ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ്. ദ ഇൻവെസ്റ്റർ സറണ്ടർ ഡിഫേസ്ഡ് സെക്യൂരിറ്റീസ് അലോങ് വിത്ത് ഡിമെറ്റീരിയലൈസേഷൻ റിക്വസ്റ്റ് ഫോം. മറന്നു പോകരുത്. ഡിമെറ്റീരിയലൈസേഷൻ റിക്വസ്റ്റ് ഫോം ടു ഹിസ് ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പന്റ്. നമ്മൾ പറഞ്ഞു ഇൻവെസ്റ്റർ അദ്ദേഹത്തിന്റെ ചോയ്സ് അനുസരിച്ച് ഒരു ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പന്റ് അല്ലെങ്കിൽ DPA സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ആദ്യം തന്നെ എന്താണ് ചെയ്യുന്നത്? ആ ഇൻവെസ്റ്ററുടെ കയ്യിലുള്ള ഡിഫേസ്ഡ് ആയിട്ടുള്ള നശിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും പറ്റിയതോ ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ഫിസിക്കൽ സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ, അതും അതോടൊപ്പം ഒരു റിക്വസ്റ്റ് ഫോമും. ആ റിക്വസ്റ്റ് ഫോമിന്റെ പേരെന്താണ്? ഡിമെറ്റീരിയലൈസേഷൻ റിക്വസ്റ്റ് ഫോം. അപ്പൊ രണ്ട് കാര്യങ്ങൾ ഇൻവെസ്റ്റർ കൊടുക്കണം. ആർക്ക്? ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പന്റ് അടുത്ത് കൊടുക്കണം. എന്തൊക്കെയാണ്? അദ്ദേഹത്തിന്റെ കയ്യിലുള്ള സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ ഒരു റിക്വസ്റ്റ് ഫോമും കൊടുക്കണം. ആ റിക്വസ്റ്റ് ഫോമിന്റെ പേരെന്താണ്? ഡിമെറ്റീരിയലൈസേഷൻ റിക്വസ്റ്റ് ഫോം, DRF എന്ന് പറയും. അപ്പൊ അതുകൂടെ ഒന്ന് ഓർത്തിരിക്കുക. എക്സാമിന് ചിലപ്പോൾ DRF എന്നായിരിക്കും ചോദിക്കുന്നത്. ഡിമെറ്റീരിയലൈസേഷൻ റിക്വസ്റ്റ് ഫോം. ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ ഇൻവെസ്റ്റർ ആർക്ക് സറണ്ടർ ചെയ്യണം? ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പന്റിന്റെ അടുത്ത് കൊണ്ടുപോയി കൊടുക്കണം. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ്. ഇൻവെസ്റ്റർ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള സർട്ടിഫിക്കറ്റും ഒരു റിക്വസ്റ്റ് ഫോമുമായിട്ട് എവിടെ വരുന്നു? ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പന്റ് അടുത്ത് വന്ന് അത് കൊടുക്കുന്നു. രണ്ടാമത്തെ സ്റ്റെപ്പ് നോക്കാം. ദ ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പന്റ് ഇന്റിമേറ്റ് ദ NSDL
ഓഫ് ദി റിക്വസ്റ്റ് ത്രൂ ദി സിസ്റ്റം. എന്താണ് ഇപ്പൊ ഇനി ആരുടെ കയ്യിലാണ് ഈ റിക്വസ്റ്റ് ഇരിക്കുന്നത്? ഫസ്റ്റ് ഇൻവെസ്റ്ററുടെ കയ്യിലിരുന്ന റിക്വസ്റ്റ് ഇൻവെസ്റ്റർ ആരിലേക്ക് കൊടുത്തു? DPയിലേക്ക് കൊടുത്തു. ഇനി ഈ DP എന്ത് ചെയ്യും? ഇത് ഇന്റിമേറ്റ് ചെയ്യൂല ഇങ്ങനെ ഒരു സംഭവം വന്നു എന്നുള്ള കാര്യം നമ്മുടെ NSDLന്റെ അടുത്ത് ഇന്റിമേറ്റ് ദ NSDL ഓഫ് ദി റിക്വസ്റ്റ് ത്രൂ ദി സിസ്റ്റം. ഈ സിസ്റ്റത്തിലൂടെ എന്ത് ചെയ്യും? ഇങ്ങനെ ഒരു സംഭവം ഇന്റിമേറ്റ് ചെയ്യൂല, ഇങ്ങനെ ഒരു സംഭവം നടന്നതായിട്ട് NSDLന്റെ അടുത്ത് ഇന്റിമേറ്റ് ചെയ്യും. ദെൻ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞത് ദ DP സബ്മിറ്റ് ദ സർട്ടിഫിക്കറ്റ് along വിത്ത് ദി ഡീമെറ്റീരിയലൈസേഷൻ റിക്വസ്റ്റ് ഫോം ടു ദി രജിസ്ട്രാർ. മറന്നു പോകരുത്, നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഒരു ഇന്റിമേഷൻ ആണ് കൊടുക്കുന്നത് അല്ലെ, ഇന്റിമേറ്റ് ചെയ്യാണ് NSDLന്റെ അടുത്ത്. മൂന്നാമത്തെ സ്റ്റെപ്പിൽ ഇപ്പോഴും ഇത് ആരുടെ കയ്യിൽ തന്നെയാണ്? നമ്മുടെ DPയുടെ കയ്യിൽ തന്നെയാണ് ഈ ഒരു ഫോമും അതുപോലെ തന്നെ ഷെയർ സർട്ടിഫിക്കറ്റും ഉള്ളത്. ഇതെന്ത് ചെയ്യും? നമ്മുടെ DP എന്ത് ചെയ്യാണ് ചെയ്യുന്നത്? DP സബ്മിറ്റ്, എന്താണ് സബ്മിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്? ആർക്ക്? രജിസ്ട്രാർക്ക്. അപ്പൊ ഈ രണ്ട് സാധനങ്ങളും സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ ഡീമെറ്റീരിയലൈസേഷൻ റിക്വസ്റ്റ് ഫോമും ആർക്ക് സബ്മിറ്റ് ചെയ്യുന്നു? രജിസ്ട്രാർക്ക് സബ്മിറ്റ് ചെയ്യുന്നു. അപ്പൊ എന്തൊക്കെയാണ് കാര്യം പറഞ്ഞത്? ആദ്യം നമ്മുടെ ഇൻവെസ്റ്റർ എന്ത് ചെയ്യുന്നു? DPക്ക് ഈ രണ്ട് കാര്യങ്ങൾ സബ്മിറ്റ് ചെയ്യുന്നു. രണ്ടാമത്തെ സ്റ്റെപ്പിൽ DP ഇത് ഇന്റിമേറ്റ് ചെയ്യാണ് NSDLനോട്. മൂന്നാമത്തെ സ്റ്റെപ്പിൽ DP ഇത് ആർക്ക് സബ്മിറ്റ് ചെയ്യുന്നു? രജിസ്ട്രാർക്ക് സബ്മിറ്റ് ചെയ്യുന്നു. 3 സ്റ്റെപ്പ് ഓക്കെ അല്ലേ? ഇൻവെസ്റ്ററുടെ കാര്യം ഓർക്കുക, അദ്ദേഹം രണ്ട് കാര്യങ്ങൾ ഏതൊക്കെയായിരുന്നു? ഷെയർ സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ ഡീമെറ്റീരിയലൈസേഷൻ റിക്വസ്റ്റ് ഫോമും. ഇത് രണ്ടും ഒരു ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പന്റിനെ ഏൽപ്പിക്കുന്നു. ദെൻ അതിനുശേഷം ഈ ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പന്റ് എന്ത് ചെയ്യുന്നു? ഇങ്ങനെ ഒരു സംഭവം നമ്മുടെ NSDLനെ ഈ ഒരു സിസ്റ്റത്തിലൂടെ അറിയിക്കുന്നു, ഇന്റിമേറ്റ് ചെയ്യുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു? ഇപ്പോഴും ഇത് ആരുടെ കയ്യിലാണ്? DPയുടെ കയ്യിലാണ്. ഈ DP എന്ത് ചെയ്യാണ് ചെയ്യുന്നത്? ഇത് രജിസ്ട്രാർക്ക് സബ്മിറ്റ് ചെയ്യുന്നു. എന്തൊക്കെയാണ്? നമ്മുടെ ഇൻവെസ്റ്റർ ആദ്യം കൊണ്ടുവന്ന ആ റിക്വസ്റ്റും അതുപോലെ തന്നെ ഷെയർ സർട്ടിഫിക്കറ്റും ആർക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു അല്ലെങ്കിൽ ആർക്ക് സബ്മിറ്റ് ചെയ്യുന്നു? രജിസ്ട്രാർക്ക് സബ്മിറ്റ് ചെയ്യുന്നു. നാലാമത്തെ സ്റ്റെപ്പിൽ എന്താണ് ചെയ്യുന്നത്? രജിസ്ട്രാർ കൺഫേം ദ ഡീമെറ്റീരിയലൈസേഷൻ റിക്വസ്റ്റ് ഫ്രം ദി NSDL. എന്താണ്? രജിസ്ട്രാർ ഇത് കൺഫേം ചെയ്യുന്നു. ഈ ഒരു ഡീമെറ്റീരിയലൈസേഷൻ റിക്വസ്റ്റ് NSDLുമായിട്ട് ചേർന്ന് എന്ത് ചെയ്യുന്നു? രജിസ്ട്രാർ ഇത് കൺഫേം ചെയ്യുന്നു. ദെൻ അതിനുശേഷം രജിസ്ട്രാർ വാലിഡേറ്റ് ദ റിക്വസ്റ്റ് ആൻഡ് അപ്ഡേറ്റ് റെക്കോർഡ് ആൻഡ് ഇൻഫോം NSDL. എന്താ? രജിസ്ട്രാർ ഇത് വാലിഡേറ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ അപ്ഡേറ്റ് റെക്കോർഡ്സ് നടത്തുന്നു. പിന്നീട് എന്ത് ചെയ്യുന്നു? ഈ കാര്യം നമ്മുടെ NSDLനെ അറിയിക്കുന്നു. അപ്പൊ ഇനി ഉള്ള നാലാമത്തെ സ്റ്റെപ്പ് അല്ലെങ്കിൽ മൂന്നാമത്തെ സ്റ്റെപ്പോട്ട് ഇത് ആരുടെ കയ്യിലാണ്? രജിസ്ട്രാറുടെ കയ്യിലാണ് ഇരിക്കുന്നത്. 4ലും 5ലും രജിസ്ട്രാർ തന്നെയാണ് ചെയ്യുന്നത്. രജിസ്ട്രാർ ആദ്യം കൺഫേം ചെയ്യുന്നുണ്ട്, അതിനുശേഷം ഈ ഒരു റിക്വസ്റ്റ് എന്ത് ചെയ്യുന്നു? വാലിഡേറ്റ് ചെയ്യുകയും റെക്കോർഡ് അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇത് ആരോട് പറയുന്നു? NSDLനെ ഇൻഫോം ചെയ്യാണ് ചെയ്യുന്നത്. 6th സ്റ്റെപ്പ് നോക്കാം. ദ NSDL ക്രെഡിറ്റ് ദി ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പന്റ് അക്കൗണ്ട്. എന്താണ്? ഇതിന് ഇൻഫർമേഷൻ നമ്മുടെ NSDLന് രജിസ്ട്രാർ കൊടുത്തു കഴിഞ്ഞാൽ NSDL എന്ത് ചെയ്യും? നമ്മുടെ DPയുടെ അക്കൗണ്ട് എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും. എന്താണ് പറഞ്ഞത്? NSDL ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പന്റ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ അത് അദ്ദേഹത്തെ അറിയിക്കുകയും ചെയ്യുന്നു. ഇൻഫോം ദ ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പന്റ്. മറന്നുപോകരുത്, അദ്ദേഹത്തിന്റെ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുകയും അദ്ദേഹത്തെ ആ വിവരം അറിയിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം നമ്മുടെ DP എന്ത് ചെയ്യാണ് ചെയ്യുന്നത്? അപ്ഡേറ്റ് ദ ഇൻവെസ്റ്റേഴ്സ് അക്കൗണ്ട് ആൻഡ് ഇൻഫോം ദ ഇൻവെസ്റ്റർ. എന്താ ചെയ്യുന്നത്? അദ്ദേഹം ആർക്ക് വേണ്ടിയിട്ടാണോ ഈ ഒരു പ്രോസസ്സ് ചെയ്തത് അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക്, അതായത് അതാരാണ്? നമ്മുടെ ഇൻവെസ്റ്റർ ആണ് അല്ലേ? ആ ഇൻവെസ്റ്ററിന്റെ അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യാണ്? അക്കൗണ്ടിലേക്ക് ഈ സാധനങ്ങൾ നമ്മുടെ NSDL ഇദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ ചെയ്തതുപോലെ തന്നെ DP നമ്മുടെ ആരിലേക്കാണ്? ഇൻവെസ്റ്ററുടെ അക്കൗണ്ടിലേക്ക് ഈ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുകയും അത് അദ്ദേഹത്തെ ഇൻഫോം ചെയ്യുകയും ചെയ്യുന്നു. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും ആരും ചെയ്യുന്നുണ്ട്? DPയും ചെയ്യുന്നുണ്ട്. നമ്മുടെ NSDL ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പന്റിന്റെ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്തിട്ട് അദ്ദേഹത്തെ ഇൻഫോം ചെയ്തതുപോലെ തന്നെ നമ്മുടെ DP ആരുടെ അടുത്താണ് പറയുന്നത്? ഇൻവെസ്റ്ററുടെ അക്കൗണ്ട് അപ്ഡേറ്റ് ചെയ്യുകയും അദ്ദേഹത്തെ ഇൻഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി ഇതെല്ലാം നടക്കുന്നത് ദ എൻറ്റയർ പ്രോസസ്, അതായത് ഈ പ്രോസസ്സുകളെല്ലാം നമ്മളൊരു 7 സ്റ്റെപ്പായിട്ട് പറഞ്ഞ എല്ലാ പ്രോസസ്സുകളും നടക്കുന്നത് 15 ദിവസത്തിനുള്ളിലാണ്. ടേക്സ് അബൌട്ട് 15 ഡേയ്സ്. 15 ദിവസം എന്ന് പറഞ്ഞാലും ഒരു മാക്സിമം ലിമിറ്റും കൂടെ അവിടെ വെച്ചിട്ടുണ്ട്. മാക്സിമം 30 ദിവസത്തിനുള്ളിൽ ഇത് കംപ്ലീറ്റ് ആകണം. നോർമൽ കേസിൽ 15 ആണ്, ചിലപ്പോൾ നീണ്ടു പോകാം. അങ്ങനെ നീണ്ട് എവിടെ വരെ പോകാൻ പാടുള്ളൂ? 30 ദിവസത്തിനുള്ളിൽ ഈ പ്രോസസ്സുകളെല്ലാം എന്തായിരിക്കണം? കംപ്ലീറ്റ് ആയിരിക്കണം. അപ്പൊ നമ്മൾ ഒരു 7 സ്റ്റെപ്പാണ് പറഞ്ഞത്. 7 സ്റ്റെപ്പുകളൊന്ന് ഓർത്തിരിക്കുക. ആദ്യം നമ്മൾ പറഞ്ഞത് ഇൻവെസ്റ്റർ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള സർട്ടിഫിക്കറ്റും ഒരു റിക്വസ്റ്റിന്റെ പേര് ഓർത്തിരിക്കുക. എന്താണ്? ഡീമെറ്റീരിയലൈസേഷൻ റിക്വസ്റ്റ് ഫോമും ആരിലേക്ക് കൊടുക്കുന്നു?
DPയിലേക്ക് കൊടുക്കുന്നു. DP ഈ കാര്യം NSDLനെ ഇന്റിമേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ രജിസ്ട്രാർക്ക് ഇത് സബ്മിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അതിനുശേഷമാണ് രജിസ്ട്രാർ ഇത് കൺഫേം ചെയ്യുന്നു അല്ലേ, ഡിമെറ്റീരിയലൈസേഷൻ ഫോം കൺഫേം ചെയ്യുകയാണ് NSDLുമായിട്ട്. അതിനുശേഷം അദ്ദേഹം അത് വാലിഡേറ്റ് ചെയ്യുകയും റെക്കോർഡ് അപ്ഡേറ്റ് ചെയ്യുകയും അത് നമ്മുടെ NSDLനെ അറിയിക്കുകയും ചെയ്യുന്നു. ഈ NSDL പിന്നെ എന്ത് ചെയ്യുന്നു, DPയുടെ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുകയും അദ്ദേഹത്തെ അത് അറിയിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം DP ഇത് ആരെ അറിയിക്കണം, നമ്മുടെ ഇൻവെസ്റ്ററെ അറിയിക്കണം. ഇത്രയും കാര്യങ്ങൾ വിത്തിൻ 15 ഡേയ്സിനുള്ളിൽ നടക്കണം. അല്ലെങ്കിൽ മാക്സിമം പോവുകയാണെങ്കിൽ 13 ഡേയ്സ് വരെയാണ് ഈ ഒരു പ്രോസസ്സിനുള്ള സമയം എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഡിമെറ്റീരിയലൈസേഷൻ ഓഫ് സെക്യൂരിറ്റീസ് NSDLന്റെ അടുത്ത് ചെയ്യാനുള്ള സ്റ്റെപ്പാണ് ഇത് പറഞ്ഞത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.